afternoon all. Good afternoon. Yes. Can you sit there? നോക്കിയോ എല്ലാവരും? നോക്കിയോ? ഓക്കെ ആണോ എല്ലാവർക്കും? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? Clear ആണ്. നമ്മ ക്യാൻറ്റീൻ വരെയാണ് അല്ലെ എടുത്തത് മിസ് കഴിഞ്ഞ ദിവസം അല്ലേ? ബാക്കി എടുക്കാം കേട്ടോ. എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ്. നെക്സ്റ്റ് സി എന്താണ്? എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ് അല്ലെ? മൂന്നാമത്തെ ബെനിഫിറ്റ്സ് ആയിട്ട് പറയുന്നത് നമുക്കറിയാം. എന്താണ്? നമുക്കൊരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എഡ്യൂക്കേഷണൽ ബെനിഫിറ്റ്സുകൾ കിട്ടാറുണ്ട് അല്ലെ? അത് ആ വർക്ക് ചെയ്യുന്ന എംപ്ലോയിക്ക് മാത്രമാണോ ലഭിക്കുന്നത്? ആണോ? അപ്പൊ ഞാൻ വർക്ക് ചെയ്യണമെങ്കിൽ എനിക്ക് ഫ്യൂച്ചർ എന്താണ് കുറച്ചും കൂടി പഠിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് മാത്രമാണോ ലഭിക്കുന്നത് ഹയർ എഡ്യൂക്കേഷന് വേണ്ടി? ആണോ? അല്ല അല്ലെ, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് ലഭിക്കുന്നുണ്ട് അല്ലെ? മക്കൾക്കൊക്കെ ലഭിക്കുന്നില്ലേ? അപ്പൊ നോക്കിയേ, ആ ഒരു എഡ്യൂക്കേഷൻ ഫെസിലിറ്റി ആ ഒരു ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ആ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് മാത്രമല്ല പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ, അവരുടെ ഫാമിലി മെമ്പേഴ്സിനും കൂടി എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ്, എഡ്യൂക്കേഷണൽ ബെനിഫിറ്റ്സുകൾ നൽകുന്നുണ്ട്. അപ്പൊ നോക്കിയേ, educational facilities. Organizations take care of the educational needs of the employees and their family members. അല്ലെ, എന്താണ് നമ്മുടെ ഓർഗനൈസേഷന് ആ ഒരു എംപ്ലോയീസിനും അവരുടെ ഫാമിലി മെമ്പേഴ്സിനും എഡ്യൂക്കേഷണൽ നീഡ്സ് അല്ലെ, വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായിട്ട് കെയർ കൊടുക്കുന്നുണ്ട് അല്ലെ. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഓർഗനൈസേഷൻ ഗ്രാന്റ് ഈസി ലോൺസ് ടു എംപ്ലോയീസ് ഫോർ സ്റ്റഡിയിങ് ടു എൻഹാൻസ് ദെയർ ക്വാളിഫിക്കേഷൻ ഓർ ഫോർ ദി എഡ്യൂക്കേഷൻ ഓഫ് ദെയർ ഫാമിലി മെമ്പേഴ്സ് അല്ലെ. എന്താണ്? ആ ഒരു ഓർഗനൈസേഷൻ ലോൺസുകൾ കൊടുക്കുന്നുണ്ട്. എഡ്യൂക്കേഷണൽ ലോൺസ് നമുക്കറിയാം അല്ലെ, നമുക്ക് ഗവൺമെന്റിൽ നിന്ന് ലഭിക്കുന്നുണ്ട് അല്ലെ എഡ്യൂക്കേഷണൽ ലോൺസുകൾ ഫസ്റ്റ് പാസ്സായി കഴിയുമ്പോഴേക്ക് ഇല്ലേ? അതേപോലെ എന്താണ്? ആ ഒരു കമ്പനിയിൽ നിന്ന് ആ ഒരു എംപ്ലോയീസിന് അവർക്ക് എന്താണ് കുറച്ചും കൂടി കൂടുതലായിട്ട് പഠിക്കണമെങ്കിൽ അവരുടെ ക്വാളിഫിക്കേഷൻസ് ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ അവർക്കും അതല്ലെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സിനും എഡ്യൂക്കേഷൻ ലോൺസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വർഷം ഓർഗനൈസേഷൻ ഓൾസോ ഹാവ് ലൈബ്രറി ഫെസിലിറ്റീസ് അല്ലെ. ചില ഓർഗനൈസേഷൻ എന്താണ്? ലൈബ്രറി ഫെസിലിറ്റി, ലൈബ്രറി സൗകര്യങ്ങൾ കൂടി എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ലോൺസ് അല്ലാതെ എഡ്യൂക്കേഷണൽ ബെനിഫിറ്റ്സുകൾ കൊടുക്കുന്നുണ്ടോ? കണ്ടിട്ടുണ്ടോ അത്? ചില ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ചില കമ്പനികൾ അവരുടെ മക്കൾക്ക് പഠിക്കാനുള്ള ഫീസ് ഇല്ലേ, മന്ത്ലി പേയ്മെന്റ്, അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മന്ത്ലി പേയ്മെന്റ് അല്ലെങ്കിൽ ആനുവലി പേയ്മെന്റ് പോലെ അവരുടെ സാലറിയോടൊപ്പം തന്നെ എന്തുണ്ട്? ഈ ഒരു എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ് നമ്മുടെ അവരുടെ കുട്ടികൾക്കുള്ള 1-2 കുട്ടികൾക്ക് വരെയാണെന്ന് തോന്നുന്നുണ്ട് ആ ഒരു എഡ്യൂക്കേഷന് വേണ്ട ഫണ്ട് നൽകുന്നുണ്ട്. ഓക്കെ ആണോ? എന്താണ്? ആ ഒരു എംപ്ലോയീസിനും അവരുടെ ഫാമിലീസിനും എഡ്യൂക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. എംപ്ലോയീസ് ആണെങ്കിലും ഇപ്പൊ നമ്മളാണെങ്കിലും ഒരു ഡിഗ്രി വരെയും പഠിപ്പ് നിങ്ങൾ അതല്ലേ ചെയ്തോണ്ടിരിക്കുകയാണ്, നിങ്ങൾ നിങ്ങൾ വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് അല്ലെ. അതോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? പഠിക്കുന്നുണ്ട് അല്ലെ.
എന്താണ് ബെറ്റർ ഓപ്പർച്യൂണിറ്റിക്ക് ആയിട്ട് അല്ലേ, അല്ലെങ്കിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ ചില എംപ്ലോയീസ് എന്ത് ചെയ്യും, നിങ്ങളെ പോലെ തന്നെ ഉള്ളവർ എന്ത് ചെയ്യും, കുറച്ചും കൂടി പഠിക്കാൻ നോക്കും അല്ലെ, അവർക്ക് പ്രൊമോഷന് വേണ്ടിയോ അല്ലെ, പ്രൊമോഷൻ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പൊ ആ ഒരു എംപ്ലോയീസിനും അവരുടെ ഫാമിലി മെമ്പേഴ്സിനും എഡ്യൂക്കേഷൻ ലോൺസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ ചില ഓർഗനൈസേഷനുകൾ എംപ്ലോയീസിന് ലൈബ്രറി ഫെസിലിറ്റീസും നൽകുന്നുണ്ട്. ഓക്കെ ആണോ? സിമ്പിൾ ആണ് അല്ലെ. നെക്സ്റ്റ് നോക്കിയേ, കൺസ്യൂമർ സൊസൈറ്റീസ് അല്ലെ, കേട്ടിട്ടുണ്ടോ കൺസ്യൂമർ സൊസൈറ്റീസ്? ഓർഗനൈസ് കേട്ടിട്ടുണ്ട് അല്ലെ, ചില ഓർഗനൈസേഷൻ ഇപ്പൊ സ്കൂളിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലെ, നമ്മ സ്കൂളുകളിലൊക്കെ അവിടുത്തെ കുട്ടികൾക്ക് അല്ലെ പുറത്തേക്കൊന്നും പോവാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ബുക്സ് മേടിക്കണമെങ്കിലോ പെൻ മേടിക്കണമെങ്കിലോ അവർക്ക് ചെറിയ എന്തെങ്കിലും കഴിക്കാൻ മേടിക്കണമെങ്കിലൊക്കെ പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടി സ്കൂളുകളിൽ തന്നെ കൺസ്യൂമർ സൊസൈറ്റികളില്ലേ, ക്യാൻറ്റീൻ ഇല്ലേ? അതേപോലെ എന്താണ് നമ്മുടെ ഓർഗനൈസേഷനുകളില് അല്ലെങ്കിൽ കമ്പനികളില് എന്താണ് അവിടുത്തെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് അവർക്ക് എന്താണ് ചിലപ്പോ അവര് താമസിക്കുന്ന ക്വാർട്ടേഴ്സുകളുടെ അടുത്ത് ഒക്കെ മാർക്കറ്റ് ഇല്ലെങ്കിൽ അവർക്ക് എന്താണ് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ സാധനങ്ങൾ മേടിക്കാനായിട്ട് അല്ലെ. ഈ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ക്വാർട്ടേഴ്സിന്റെ അല്ലെങ്കിൽ ഓഫീസിന്റെ അടുത്ത് എന്താണ് മാർക്കറ്റ് ഇല്ല അല്ലെങ്കിൽ ഷോപ്സുകൾ ഇല്ലെങ്കിൽ അവരെവിടെ പോയി സാധനങ്ങൾ മേടിക്കും, അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങള്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തില് എന്തുണ്ട്, നമ്മുടെ ഓർഗനൈസേഷൻ തന്നെ മുൻകൈ എടുത്ത് കാണിട്ട് ഒരു ചെറിയ എന്താണ് അവർക്ക് കൺസ്യൂമർ സൊസൈറ്റികൾ നൽകുന്നുണ്ട്. അപ്പൊ നോക്കിയേ, organization with their premises and staff quarters located at places far away from market facilities, setting up of consumer item stores in the workers' residence അല്ലെ. എന്താണ് മാർക്കറ്റിൽ നിന്ന് അകലെയായിട്ട് അതായത് ആ ഒരു താമസിക്കുന്ന ആ ഒരു ക്വാർട്ടേഴ്സിന്റെ ഒക്കെ അടുത്ത് അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനങ്ങളുടെ ഒക്കെ അടുത്ത് മാർക്കറ്റ് ഇല്ലാത്ത സാഹചര്യത്തിൽ അല്ലെ അകലെയായി സ്ഥിതി ചെയ്യുന്ന ആ ഒരു സന്ദർഭങ്ങളില് തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങളിലെ എന്ത് കൺസ്യൂമർ സൊസൈറ്റി സ്റ്റോറുകൾ സ്ഥാപിക്കാനായിട്ട് ഈ ഓർഗനൈസേഷൻ സഹായിക്കുന്നുണ്ട്. ഓക്കെ ആണോ? ഇപ്പൊ നമുക്ക് നമ്മുടെ ഫാമിലി ആയിട്ട് നമ്മൊരു കമ്പനിയുടെ അടുത്ത് ക്വാർട്ടേഴ്സ് കിട്ടി താമസിക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾക്ക് ആവശ്യമാണ് അല്ലെ, അരി മറ്റുള്ള സാധനങ്ങളൊക്കെ വേണ്ടേ, ഫുഡ് ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള. അപ്പൊ അതൊക്കെ നമുക്ക് ഒരുപാട് ദൂരെ പോയി വാങ്ങണം എന്ന് പറഞ്ഞാല് നമുക്കത് പറ്റുമോ? എല്ലായ്പ്പോഴും നമുക്ക് പോവാൻ പറ്റുമോ അങ്ങനെ ദൂരെ പോയി വാങ്ങിക്കാനായിട്ട്? അപ്പൊ ഈ എംപ്ലോയീസിന്റെ അവിടെ താമസിക്കുന്നവരുടെ എന്താണ് സൗകര്യത്തിനായിട്ട് ഈ ഒരു ഓർഗനൈസേഷൻ അവരുടെ കീഴില് കൺസ്യൂമർ സൊസൈറ്റികൾ സ്ഥാപിക്കുന്നു. ഓക്കെയാണോ? ഓർഗനൈസേഷൻ വിത്ത് ദെയർ പ്രിമൈസസ് അല്ലെ, അവര് നൽകുന്ന ആ ഒരു ഓർഗനൈസേഷൻ കൊടുക്കുന്ന സ്റ്റാഫ് ക്വാർട്ടേഴ്സുകൾക്ക് അല്ലെങ്കിൽ വീടുകൾക്ക് അകലെയായിട്ട് മാർക്കറ്റുകൾ സ്ഥിതി ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ഈ ഒരു ക്വാർട്ടേഴ്സുകൾക്ക് അടുത്തായിട്ട് കൺസ്യൂമർ സൊസൈറ്റികൾ സ്ഥാപിക്കുന്നു. സച്ച് സ്റ്റോർസ് ആർ മാനേജ്ഡ് ബൈ സൊസൈറ്റീസ്. ഈ ഒരു സ്റ്റോറുകൾ കൺസ്യൂമർ സ്റ്റോറുകൾ പ്രവർത്തിപ്പിക്കുന്നത് സൊസൈറ്റീസ് ആയിരിക്കും. ആൻഡ് എൻഷുർ അവൈലബിലിറ്റി ഓഫ് കൺസ്യൂമർ ഗുഡ്സ് അറ്റ് റീസണബിൾ പ്രൈസ് അല്ലെ. എന്താണ് കൺസ്യൂമർ ഗുഡ്സുകൾ, നമുക്ക് ഉപഭോക്തൃ സാധനങ്ങൾ എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്? ന്യായമായ വിലയിലായിരിക്കും അല്ലെ. നമ്മ വീടുകളിൽ തന്നെ നമ്മ സാധനങ്ങൾ പോയി വാങ്ങാറില്ലേ? കൺസ്യൂമർ സ്റ്റോഴ്സുകളിലൊക്കെ നമ്മുടെ വീടിന്റെ ചുറ്റുപാടുമുള്ള സപ്ലൈകോന്ന് അല്ലെ കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ നിന്നൊക്കെ വാങ്ങാറുണ്ട് അല്ലെ. അപ്പൊ അത് നമുക്ക് ഒരുപാട് സാധാരണ നമുക്ക് പുറത്തു കൊടുക്കുന്ന റേറ്റിൽ തന്നെ ആയിരിക്കോ അവിടെ നമുക്ക് കൊടുക്കേണ്ടി വരുന്നത്? ആണോ? സാധനങ്ങൾക്ക് ആയിരിക്കും സപ്ലൈകോളില് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റികളില് അല്ല അല്ലെ, അതിലും കുറച്ചായിരിക്കും അല്ലെ, പൈസ കുറവായിരിക്കില്ലേ? എന്താണ് ന്യായമായ വിലയിൽ ഈ സൊസൈറ്റീസ് എന്താണ് അവർക്ക് ആവശ്യമായിട്ടുള്ള ഉപഭോക്തൃ സാധനങ്ങള് ന്യായമായ വിലയിൽ അല്ലേ
എന്താണ് അവർക്ക് നൽകുന്നു. ഓക്കെ അല്ലേ? ഇപ്പൊ സ്കൂളൊക്കെ തുറക്കാൻ പോകുന്ന, ഓപ്പൺ ആകാൻ പോകുന്ന ആ സിറ്റുവേഷനിൽ നമുക്ക് സൊസൈറ്റികൾ അല്ലെ, കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ നമുക്ക് എന്താണ് ബുക്സുകള്, ബാഗ്സുകളൊക്കെ നൽകാറുണ്ട് അല്ലെ, വിൽക്കാറില്ലേ? പുറത്ത് കൊടുക്കുന്ന റേറ്റിലും കുറവായിട്ട് അല്ലേ സ്കൂൾ ഓപ്പണിങ്ങിന് വേണ്ട സാധനങ്ങളൊക്കെ കൊടുക്കാറുണ്ട് അല്ലെ. എന്താണ് ഈ ഇത്തരം കോപ്പറേറ്റീവ് സ്റ്റോഴ്സുകള് പ്രവർത്തിപ്പിക്കുന്നത് സ്കൂൾ ചന്ത ഓക്കെ എന്താണ് സൊസൈറ്റികളായിരിക്കും. കൂടാതെ ഉപഭോക്തൃ സാധനങ്ങൾ, കസ്റ്റമർ ഗുഡ്സുകള് അവർക്ക് ന്യായമായ വിലയിലായിരിക്കും എംപ്ലോയീസിന് ലഭ്യമാക്കുന്നത്. ഓക്കെ അല്ലേ? കൺസ്യൂമർ സൊസൈറ്റി. നെക്സ്റ്റ് പറയുന്നത് ക്രെഡിറ്റ് സൊസൈറ്റി അല്ലെ, ക്രെഡിറ്റിന് കൊടുക്കുക. ഇപ്പൊ these are cooperative credit societies that are formed to make employees self-independent in matter of loan requirements, rather than being compelled to borrow from money lenders at high interest rates. അല്ലെ, നമ്മ പുറമെ പണമിടപാട് കാര്യങ്ങളിൽ നിന്ന് നമ്മ പൈസ കടം വാങ്ങാറില്ലേ? നമുക്ക് എന്തെങ്കിലും എമർജൻസി ഒക്കെ വരുമ്പോ നമ്മ പൈസ കടം വാങ്ങാറുണ്ട് അല്ലേ? അതെങ്ങനെയാണ്? ഉയർന്ന നിരക്കിലായിരിക്കും അല്ലെ അവര് നമ്മളിൽ നിന്ന് പലിശ ഈടാക്കുന്നത്, ഇൻട്രസ്റ്റ് എടുക്കുന്നത് അല്ലേ? ആണോ? അപ്പൊ എന്താണ് ഉയർന്ന നിരക്കില് എന്താണ് പണമിടപാടുകാരിൽ നിന്ന് അല്ലെ, മണി ലെൻഡേഴ്സിൽ നിന്ന് കടം വാങ്ങാൻ നിർബന്ധിതരാകുന്ന സിറ്റുവേഷനിൽ ചിലപ്പോ നമ്മുടെ എംപ്ലോയീസ് എന്തെങ്കിലും ബുദ്ധിമുട്ട് കൊണ്ട് അങ്ങനെ കടം വാങ്ങാൻ നിർബന്ധിതരാകുന്ന സന്ദർഭങ്ങളില് എന്താണ് വായ്പ ആവശ്യങ്ങൾക്ക് ജീവനക്കാരെ സഹായിക്കുന്നതിനായിട്ട് അല്ലെ സ്വയം സ്വതന്ത്രരാക്കുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിച്ചിരിക്കുന്നതാണ് ക്രെഡിറ്റ് സൊസൈറ്റീസ്. ാണോ? ഉയർന്ന നിരക്കില് എന്താണ് പുറമേ നിന്ന് ആളുകളിൽ നിന്ന് അല്ലെ കടം വാങ്ങാൻ ഈ ഒരു എംപ്ലോയീസ് നിർബന്ധിതരാകുന്ന സിറ്റുവേഷനിലെ സാഹചര്യങ്ങളില് എംപ്ലോയീസിന് സ്വയം എന്താണ് സ്വതന്ത്രരാകുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിച്ചിട്ടുള്ളതാണ് ക്രെഡിറ്റ് സൊസൈറ്റീസ്. ഇപ്പൊ ചിലപ്പോ നമ്മ ഒരു ക്രെഡിറ്റ് നമ്മുടെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയിലുള്ള ക്രെഡിറ്റ് സൊസൈറ്റിന്ന് നമ്മ പൈസ എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇന്ന് ഒന്നിച്ചിടാക്കും അവര് ഒരു ചെറിയ ഇൻട്രസ്റ്റിലായിരിക്കും നമ്മൾക്ക് തരുന്നത്. ആ ഒരു എമൗണ്ട് ഇപ്പൊ നമ്മ 10,000 രൂപ അവിടെ നിന്ന് നമ്മൾ എടുത്തിട്ടുണ്ട്. എന്ന് വെച്ച് നമ്മളിൽ നിന്ന് ഒരുമിച്ച് നമ്മുടെ ഫസ്റ്റ് ഒരുമിച്ച് എടുക്കും ആ ഒരു 10,000 രൂപ ഇല്ല അല്ലെ, EMI ആയിട്ടായിരിക്കും അല്ലെ നമ്മുടെ സാലറിയിൽ നിന്ന് ഒരു നിശ്ചിത എമൗണ്ട് ആയിരിക്കും അല്ലെ അവർ കട്ട് ചെയ്യുന്നത് അല്ലെ, EMI ആയിട്ട് ഒരു ചെറിയ എമൗണ്ട്. അപ്പൊ നമുക്ക് ബുദ്ധിമുട്ട് വരുന്നുണ്ടോ? ആ ഒരു എംപ്ലോയീസിന് അതുകൊണ്ട് വല്ല ബുദ്ധിമുട്ട് വരുന്നുണ്ടോ? ഇല്ല അല്ലെ. ആ ഒരു പൈസ നമ്മുടെ കാര്യം നടക്കുകയും ചെയ്യും അല്ലെ, ആ ഒരു പൈസ കൊണ്ടുള്ള ആവശ്യം നടക്കുകയും ചെയ്യും. ആ ഒരു പേയ്മെന്റ് നമുക്ക് കുറച്ചീശായിട്ട് അടച്ചു തീർത്താലും മതി അല്ലെ. ആണോ? പിന്നെ എന്താണ് മണി ലെൻഡേഴ്സിൽ നിന്ന് നമ്മ വാങ്ങുന്ന സിറ്റുവേഷനില് നമ്മ അവർക്ക് എന്ത് കൊടുക്കണം? ഈട് കൊടുക്കേണ്ടിയൊക്കെ വരും അല്ലേ? പക്ഷെ നമ്മ കമ്പനിയിൽ നിന്ന് എടുക്കുമ്പോൾ അല്ലെ നമ്മളെ സഹായിക്കുകയാണ് അല്ലെ, കമ്പനി നമ്മുടെ സാമ്പത്തിക ഫിനാൻഷ്യൽ ക്രൈസിസിനെ സഹായിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈട് കൊടുക്കേണ്ടി വരുന്നുണ്ടോ? ഇല്ല അല്ലെ. നമ്മ ആ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയി ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഒരു ഈടുമില്ലാതെ ഒരു ചെറിയ എന്താണ് പലിശ നിരക്കില് നമുക്ക് അവിടെ നിന്ന് പൈസ തരുന്നു അല്ലെ. ഓക്കെയാണോ? Next, such societies are formed to ensure careful use of money among employees. അല്ലെ, ഇത്തരം എന്താണ് ജീവനക്കാർക്കിടയിൽ നമ്മുടെ എംപ്ലോയീസിന്റെ ഇടയിൽ പണം ശ്രദ്ധാപൂർവം ഉപയോഗിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിനാണ് ഇത്തരം സൊസൈറ്റികൾ രൂപീകരിച്ചിരിക്കുന്നത്. അല്ലെ, എന്താണ് നമ്മുടെ എംപ്ലോയീസിന്റെ ഇടയിൽ അല്ലെ അവർക്ക് പല ആവശ്യങ്ങളും വരാം അല്ലെ. അപ്പൊ അവർക്ക് ലഭിക്കുന്ന ആ ഒരു പേയ്മെന്റ്, അതായത് ബേസിക് പേ, അവർക്ക് കിട്ടുന്ന സാലറി അവർ ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിനാണ് ഇത്തരം ക്രെഡിറ്റ് സൊസൈറ്റീസ്. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത്
എംപ്ലോയി കൗൺസിലിംഗ്. അപ്പൊ അതെന്തിനായിരിക്കും കൗൺസിലിംഗ് കൊടുക്കാം എംപ്ലോയീസിന്? ഏതൊക്കെ സിറ്റുവേഷനിലായിരിക്കും അവർക്ക് കൗൺസിലിംഗ് ആവശ്യമായിട്ട് വരുന്നത്? സ്ട്രെസ് കൂടുമ്പോൾ അല്ലെ, ഒരുപാട് വർക്ക് പ്രഷർ കൂടുമ്പോൾ അല്ലെ. പിന്നെ അവർക്ക് എന്താണ് പേഴ്സണൽ പ്രോബ്ലംസ് വരുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ട് വരാറുണ്ടോ? ഫാമിലിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരാം അല്ലെ. അപ്പൊ അവർക്ക് അത് അവരുടെ ഹെൽത്ത് ഇഷ്യൂസ് വരുമ്പോൾ, അപ്പൊ അല്ലെങ്കിൽ പേഴ്സണൽ ഇഷ്യൂസ് വരുമ്പോൾ അത് അവരുടെ വർക്കിനെ ഒരുപാട് എഫക്ട് ചെയ്യാലോ. പേഴ്സണൽ ഇഷ്യൂസ് വരാം, അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് വരുമ്പോൾ അവർക്ക് എന്താണ് മാനസികമായിട്ട് ഡിപ്രഷനിലേക്ക് വരും അല്ലേ. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നല്ല രീതിയിൽ നമുക്ക് നോക്കുമ്പോൾ നല്ല ഹെൽത്ത് ഓക്കെ ആണെന്നുള്ള ഒരാള് പെട്ടെന്ന് അവർക്ക് എന്തെങ്കിലും ക്യാൻസറോ അങ്ങനെയുള്ള എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ, ഡയഗ്നോസിസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയായിരിക്കും? അവര് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് താഴ്ന്നു പോകും അല്ലേ, ഡിപ്രഷനിലേക്ക് പോകും അല്ലേ, ഡൗൺ ആയി പോകും. അപ്പൊ അവര് എന്ത് ചെയ്യുന്നുണ്ട്? പൊതുവെ ആ ഡോക്ടർ തന്നെ അവർക്ക് എന്ത് ചെയ്യും? കൗൺസിലിംഗ് പോലെ കൊടുത്തിട്ടായിരിക്കും അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ. ഇപ്പോഴത്തെ ജനറേഷനില് പ്രത്യേകിച്ച് അല്ലേ, എന്തെങ്കിലും ഫിസിക്കലി ആയിക്കോട്ടെ അല്ലെങ്കിൽ അവർക്ക് മെന്റലി ആയിക്കോട്ടെ, എന്തെങ്കിലും ചെറിയൊരു കാര്യം കിട്ടിയാൽ തന്നെ അവർ ഡിപ്രഷനിലേക്ക് പോകും. ആണോ? അല്ലേ? ആണ്. അപ്പൊ എന്താണ്? എംപ്ലോയ്മെന്റ് സപ്പോർട്ട് കൊടുക്കണം അല്ലേ. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ നമ്മ കണ്ടിരുന്ന എന്താണ്, ഒരു +2 പഠിക്കുന്ന കുട്ടി റിസൾട്ട് അറിഞ്ഞിട്ടും കൂടി ഇല്ല. അപ്പൊ ആ കൊച്ചിന് എന്താണ് മാർക്ക് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് സൂയിസൈഡ് എടുത്തത് കണ്ടിരുന്നോ? പേപ്പറില ഫേസ്ബുക്കിലൊക്കെ ഉണ്ടായിരുന്നു, കണ്ടിരുന്നോ? ഒരു പെൺകുട്ടിയാണ്, +2 പഠിക്കുന്ന കൊച്ചാണ്. റിസൾട്ട് വന്നിട്ടില്ല. റിസൾട്ട് വന്നിട്ടില്ല. റിസൾട്ട് ഇനി 21st റിസൾട്ട് വരുന്നത്. അതിക്ക് മുമ്പ് തന്നെ ആള് സൂയിസൈഡ് ചെയ്തു, മാർക്ക് കുറയുമെന്നും പറഞ്ഞ്. അപ്പൊ എന്താ ഇപ്പോഴത്തെ ജനറേഷനിൽ ഇത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ കൗൺസിലിംഗ്. ഇപ്പൊ നമുക്കൊരു കൗൺസിലിംഗ് തന്നു എന്ന് വിചാരിച്ച് നമ്മൾ മെന്റൽ പേഷ്യന്റ് ആണോ? അല്ല അല്ലേ. നമ്മൾ മെന്റൽ പേഷ്യന്റ് അല്ല. എന്താണ്, നമുക്കൊരു എക്സ്ട്രാ സപ്പോർട്ട് കിട്ടാനായിട്ട്, മാനസികമായിട്ടുള്ള ഒരു കൈത്താങ്, ഒരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇത്തരത്തിലുള്ള കൗൺസിലിങ്ങുകൾക്കൊക്കെ അറ്റൻഡ് ചെയ്യുന്നത് കേട്ടോ. പണ്ടൊക്കെ കുറെ നാളുകൾക്ക് മുമ്പൊക്കെ നമ്മൾ വിചാരിച്ചത് എന്താണ്, അവർക്ക് കൗൺസിലിംഗ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ആള് കൗൺസിലിങ്ങിന് വിധേയരാകുമ്പോൾ അവർക്ക് എന്തോ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് അല്ലെ കുറച്ചു നാള് മുമ്പ് മനസ്സിലാക്കിയിരുന്നത് അല്ലേ. അങ്ങനെ എല്ലാവരും പ്രെഡിക്റ്റ് ചെയ്ത് വെച്ചിരുന്നത് അങ്ങനെയല്ലേ ആണ്. പക്ഷെ എന്താണ്, ശരിക്കും നമ്മൊരു മാനസിക രോഗിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടോ അല്ല നമ്മൾ കൗൺസിലിംഗിന് വിധേയരാകുന്നത്. എന്താണ്, നമുക്ക് ഒരു എക്സ്ട്രാ സപ്പോർട്ട്, മെന്റൽ സപ്പോർട്ട് നൽകാൻ വേണ്ടി മാത്രം, നമുക്ക് അഡ്വൈസുകൾ മേടിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. അപ്പൊ എന്താണ്, എംപ്ലോയീസിന് ഇത്തരം പേഴ്സണൽ പ്രോബ്ലംസ് ഡിപ്രഷൻ സ്റ്റേജിനെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ. പിന്നെ എന്താണ്, നമ്മുടെ എംപ്ലോയീസിന് പേഴ്സണൽ പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ അവർക്ക് അതല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും മാനസികമായിട്ടുള്ള മെന്റൽ ഒരുപാട് വർക്കില് പ്രഷർ വരാം, അല്ലെങ്കിൽ ഒരുപാട് അവർക്കൊരു അൺസെക്യൂരിറ്റി സെക്യൂരിറ്റി ഇല്ലായ്മയൊക്കെ ഫീൽ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ അവർക്കൊരു കംഫർട്ട് ആക്കാൻ വേണ്ടിയിട്ട്, അവർക്കൊരു മെന്റൽ പീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ്, ഓർഗനൈസേഷൻസ് ഇത്രയുള്ള പ്രൊഫഷണൽ കൗൺസിലേഴ്സിനെ കൊണ്ടുവന്നിട്ട് എന്താണ്, എംപ്ലോയീസിന് കൗൺസിലിങ്ങുകൾ കൊടുക്കുന്നു. ഓക്കെ അല്ലേ? മിസ് അതെടുത്തോട്ടെ. ജസ്റ്റ് അപ്പൊ നോക്കിയേ, എംപ്ലോയി കൗൺസിലിംഗ് അല്ലെ, ഓർഗനൈസേഷൻ ഹയർ സർവീസസ് അല്ലെ. എന്താണ് ഹയർ സർവീസ് എന്ന് പറഞ്ഞാൽ ഒരു പേയ്മെന്റ് കൊടുത്തിട്ട് ചെയ്യുന്ന സർവീസ് ആണ് അല്ലെ. ഒരു പേഴ്സണൽ കൗൺസിലറിനെ കൊണ്ടുവന്നിട്ട് അവർക്ക് പേയ്മെന്റ് കൊടുത്ത് ചെയ്യിക്കുന്നതാണ് കേട്ടോ. അപ്പൊ എന്താണ്, കൂലി എന്നൊക്കെ പറയും, കൂലി കൊടുത്ത് ചെയ്യിക്കുന്ന സർവീസ് എന്നില്ലേ. ഓക്കെ. ഇപ്പൊ നമ്മുടെ സ്കൂളുകളിൽ ഉണ്ട് അല്ലെ സൈക്കോളജിസ്റ്റുകൾ,
ഇല്ലേ? ഇപ്പൊ ഗവൺമെന്റ് സ്കൂളുകളിലൊക്കെ ഉണ്ട്. അപ്പൊ നോക്കിയേ, ഓർഗനൈസേഷണൽ ഹയർ സർവീസസ് ഓഫ് പ്രൊഫഷണൽ കൗൺസിലേഴ്സ് ഫോർ സെറ്റിലിംഗ് പേഴ്സണൽ പ്രോബ്ലംസ് ഓഫ് എംപ്ലോയീസ്. എന്താണ്? എംപ്ലോയീസിന്റെ പേഴ്സണൽ പ്രോബ്ലംസ് അല്ലെ, അവരുടെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓർഗനൈസേഷൻ കൊടുക്കുന്ന ഒരു ഹയർ സർവീസ് ആണ് പ്രൊഫഷണൽ കൗൺസിലേഴ്സ്. എംപ്ലോയീസ് ഹാവിംഗ് പേഴ്സണൽ പ്രോബ്ലംസ് ക്യാൻ ഈസിലി അപ്രോച്ച് ദീസ് കൗൺസിലേഴ്സ് ഫോർ എ പ്രൈസ് അല്ലെ. എന്താണ്? എംപ്ലോയീസ് ഈ ഒരു കൗൺസിലേഴ്സുമായിട്ട് അവരുടെ പ്രോബ്ലംസ്, അവരുടെ പേഴ്സണൽ പ്രോബ്ലംസ് പെട്ടെന്ന് ഈസിലി ആയിട്ട് അവർക്ക് അപ്രോച്ച് ചെയ്യാനായിട്ട് ഒരു നിശ്ചിത എമൗണ്ടിൽ, ഒരു പ്രൈസിൽ അവർക്ക് അപ്രോച്ച് ചെയ്യാനായി സാധിക്കുന്നതായിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ ആ ഒരു കൗൺസിലറോട് പറഞ്ഞു കാണിട്ട് അല്ലെ നമുക്ക് അത് സോൾവ് ചെയ്യാനായി സാധിക്കുന്നു. സച്ച് കൗൺസിലിംഗ് പ്രൊവൈഡ്സ് മെന്റൽ പീസ് ആൻഡ് കംഫോർട്ട് ടു എംപ്ലോയീസ് അല്ലെ. ഇത്തരത്തിലുള്ള കൗൺസിലിംഗുകൾ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ആ ഒരു എംപ്ലോയീസിന് മാനസികമായിട്ടുള്ള ഒരു സമാധാനം, പീസും ഒരു കംഫോർട്ടും അല്ലെ പ്രൊവൈഡ് ചെയ്യുന്നു. Thus promoting punctuality and professionalism and resulting in improvement in habits like absenteeism and absent-mindedness അല്ലെ. എന്താണ്? നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് മാനസികമായിട്ടുള്ള പ്രഷർ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ആയിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള സമയത്ത് നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമുക്ക് ശരിയായ രീതിയിൽ ആ വർക്കുകളോട് അപ്രോച്ച് ചെയ്യാൻ പറ്റോ? സമീപിക്കാൻ പറ്റോ? ഇല്ല അല്ലെ. നമുക്ക് കറക്റ്റ് ആയിട്ട് അക്യുറേറ്റ് ആയിട്ട് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റോ? പറ്റില്ല. ഇല്ല. പിന്നെ അതും തന്നെയല്ല, എന്ത് ചെയ്യും? ആബ്സെന്റീസം കൂടുതലായിരിക്കും അല്ലെ. നമ്മൾ ഒരുപാട് എന്തെടുക്കും? ലീവുകൾ എടുക്കും അല്ലെ. ലീവുകൾ എടുക്കും. കൂടാതെ എന്ത് ചെയ്യും? നമ്മൾ ചെയ്യുന്ന വർക്കുകളിൽ ഒരു നിസ്സംഗത ഉണ്ടാവും അല്ലെ. നമ്മുടെ മൈൻഡ് അവിടെ ആയിരിക്കും, ആ ചെയ്യുന്ന വർക്കുകളിലായിരിക്കും നമ്മുടെ മൈൻഡ്. ആബ്സെന്റ് മൈൻഡോടുകൂടി ആയിരിക്കും നമ്മൾ ചെയ്യുന്നത് അല്ലെ. ഒരു നിസ്സംഗ ഭാവത്തിലായിരിക്കും അല്ലെ. എങ്ങനെയെങ്കിലും ചെയ്ത് തീർക്കണം അല്ലെ. ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോയാൽ മതി അല്ലെ. അപ്പൊ എന്താണ്? അപ്പൊ ഇങ്ങനെയുള്ള കൗൺസിലിങ്ങുകൾ അവർക്ക് നൽകുന്നതിലൂടെ എംപ്ലോയീസിന് എന്താണ്? അവരുടെ മെന്റൽ പീസ് അവർക്ക് ലഭിക്കാനും അവരെ കംഫർട്ട് ആക്കാനും സഹായിക്കുന്നു. കൂടാതെ അവരിൽ പങ്ക്ച്വാലിറ്റിയിലെ കൃത്യനിഷ്ഠതയും പ്രൊഫഷണലിസവും കൊണ്ടുവരാൻ സാധിക്കുന്നു. കൂടാതെ എന്താണ്? അവരുടെ ഹാബിറ്റ്സ്, അവർക്ക് എപ്പോഴും ആബ്സെന്റ് ആവാം അല്ലെങ്കിൽ അവരുടെ ആ ഒരു വർക്കിനോടുള്ള നിസ്സംഗ ഭാവമൊക്കെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനായി സാധിക്കുന്നു. ഇത്തരം കൗൺസിലിങ്ങിലൂടെ സാധിക്കുന്നു. ഓക്കെയാണോ? നെക്സ്റ്റ് ലീഗൽ അസിസ്റ്റൻസ് അല്ലെ. എന്താണ്? നമുക്ക് എന്താണ് ചില ഓർഗനൈസേഷൻസ് എന്താണ് എംപ്ലോയീസിന് ലീഗൽ ആയിട്ടുള്ള ലോയേഴ്സിന്റെ സഹായങ്ങള് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. ഓർഗനൈസേഷൻ പ്രൊവൈഡ് ലീഗൽ അസിസ്റ്റൻസ് ടു എംപ്ലോയീസ് ത്രൂ ലോയേഴ്സ് എംപ്ലോയിഡ് ബൈ ദ ഓർഗനൈസേഷൻ by hiring the service of external lawyers അല്ലെ. അവര് പുറത്തുനിന്നുള്ള ഒരു എക്സ്റ്റേണൽ ലോയേഴ്സിനെ സഹായത്തിന് വിളിക്കാതെ ആ ഒരു കമ്പനിയിൽ തന്നെ അവരുടെ ലീഗൽ ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെ, എന്താണ് നിയമപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ലീഗൽ അസിസ്റ്റൻസ് കൊടുക്കുന്നതിനായിട്ട് ലീഗൽ അസിസ്റ്റൻസ് അല്ലെ ലീഗൽ ലോയേഴ്സിനെ കമ്പനി നൽകുന്നു. ഓക്കെയാണോ? ഒരു കമ്പനിയിലെ വർക്കേഴ്സ് എക്സ്റ്റേണൽ ലോയേഴ്സിനെ അല്ലെ, ഒരു എക്സ്റ്റേണൽ പുറത്തു നിന്നുള്ള ഒരു ലോയേഴ്സിന്റെ സഹായം ആവശ്യമാക്കാത്ത രീതിയിൽ അല്ലെ, അത് അവര് അന്വേഷിക്കാത്ത രീതിയിൽ ആ ഒരു കമ്പനിയിൽ നിന്ന് തന്നെ അവർക്ക് ലീഗൽ സപ്പോർട്ടുകൾ, ലീഗൽ ലോയേഴ്സിന്റെ സപ്പോർട്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഹോളിഡേ ഹോംസ് അല്ലെ. അതൊക്കെ എന്താണ്? റീക്രിയേഷണൽ ബെനിഫിറ്റ്സുകളാണ് അല്ലെ. അല്ലെ, റീക്രിയേഷണൽ ഫെസിലിറ്റീസ് അല്ലേ ഹോളിഡേ ഹോംസ് ഒക്കെ. അപ്പൊ നോക്കിയേ, ഹോളിഡേ ഹോംസ്. Some large organizations set up holiday homes at hilly areas or arrange for contact accommodation in health resorts at the organization cost for their employees to unwind, revitalize or just rest and resume their work with recharged zeal and enthusiasm. എന്താണ്?
അവരെ എന്തൂസിയാസമാക്കുന്നതിന് വേണ്ടിയിട്ടും അല്ലെ കൂടുതൽ എനർജറ്റിക് ആക്കുന്നതിന് വേണ്ടിയിട്ടും അവരെ ആ ഒരു റീചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ഹില്ലി ഏരിയാസ് അല്ലെങ്കിൽ എന്താണ് കോൺട്രാക്ട് അക്കോമഡേഷൻ ഇൻ ഹെൽത്ത് റിസോർട്ടുകൾ അല്ലെ ഓർഗനൈസേഷൻ കോസ്റ്റ് ഫോർ ദെയർ എംപ്ലോയീസ് ടു അൺവിൻഡ് അല്ലെ അൺവിൻഡ് അല്ല ആ ഒരു സിറ്റുവേഷൻ ആ ഒരു സാഹചര്യത്തില് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? ഹില്ലി ഏരിയാസിലൊക്കെ കൊണ്ടുപോയി അവിടെയൊക്കെ റിസോർട്ടുകൾ ഉണ്ടാവും അല്ലെ നമുക്ക് റീഫ്രഷ് മൈൻഡൊക്കെ റീഫ്രഷ് ആക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലേ അപ്പൊ അങ്ങനെയുള്ള ഏരിയാസിൽ അപ്പൊ അതിനുള്ള കോസ്റ്റും അതിനുള്ള ചിലവും ആരാ വഹിക്കുന്നത്? എംപ്ലോയീസ് ആണോ വഹിക്കുന്നത്? അല്ല, കമ്പനി തന്നെയാണ് അല്ലെ. അപ്പൊ എന്താണ് അവരൊന്ന് റിഫ്രഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ അവരെ കൂടുതലൊന്ന് എന്തൂസിയാസം ഉത്സാഹഭരിതരാക്കുന്നതിന് വേണ്ടിയിട്ടും അവരൊന്ന് റീചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ അവർക്കൊരു ജസ്റ്റ് എന്താണ് ഒരു റെസ്റ്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും കമ്പനി തന്നെ അവരെന്താണ് ചില സാഹചര്യങ്ങളിൽ ഹില്ലി ഏരിയാസിലൊക്കെ കൊണ്ട് അവിടെയുള്ള ഹോംസുകളിൽ അവിടെയുള്ള റിസോർട്ടുകളിലൊക്കെ കൊണ്ടുപോയി അവരെന്ത് ചെയ്യാറുണ്ട്? താമസിപ്പിക്കുകയും അവർക്ക് കുറച്ച് എന്താണ് അക്കോമഡേഷൻ ഒക്കെ കൊടുക്കാറുണ്ട് അല്ലെ അവരൊന്ന് ഫ്രഷ് ആക്കാറുണ്ട്. ഓക്കെ അല്ലേ? ടൂറ് കൊണ്ടുപോവാ. ഓക്കെ, പിക്നിക് ആൻഡ് പാർട്ടീസും വരുന്നുണ്ട് കേട്ടോ. ഇത് അവരെ ജസ്റ്റ് ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടിയിട്ട് ഹോളിഡേ ഹോംസിലൊക്കെ കൊണ്ടുപോയി അവരൊന്ന് റീഫ്രഷ് ചെയ്യാം. ഓക്കെ അല്ലേ? ഇപ്പൊ എല്ലാ സിറ്റുവേഷനും പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നോ? ഹോളിഡേ ഹോംസിൽ അല്ലെങ്കിൽ പിക്നിക്കിൽ കൊണ്ടുപോകുക അല്ലെങ്കിൽ ടൂറ് കൊണ്ടുപോകുക എല്ലാ കമ്പനികളിൽ നിന്നും എല്ലാ ഓർഗനൈസേഷനുകളിൽ നിന്നും ഉണ്ടായിരുന്നോ? ഇല്ല. പക്ഷെ ഇപ്പൊ എല്ലായിടത്തു നിന്നും ഇപ്പൊ എന്താണ് ആ ഒരു മാനേജ്മെന്റ് മുൻകൈ എടുത്തില്ലെങ്കിൽ തന്നെ അവിടുത്തെ എംപ്ലോയീസ് മുൻകൈ എടുത്ത് അല്ലേ എംപ്ലോയീസ് എഴുതി പോകുന്നുണ്ട് അല്ലെ എല്ലായിടത്തൊന്നും. അപ്പൊ അതൊക്കെ എന്താണ് ശരിക്കും പറഞ്ഞാൽ അതൊരു നമുക്ക് തന്നെ നമ്മുടെ മൈൻഡ് ഒന്ന് റീഫ്രഷ് ചെയ്യാം അല്ലെ. ഏത് സമയം എന്താണ് വർക്കിലാകുമ്പോഴും നമ്മൾ സ്ട്രെസ് ആയിരിക്കും അല്ലെ. അപ്പൊ നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാനോ അല്ലെ ആണോ? ഓക്കെ, പിന്നെ നമ്മ ഒരു ടൂറൊക്കെ പോയി അതല്ലെങ്കിൽ ഒരു പിക്നിക്കിനൊക്കെ പോയി നല്ലോണം അടിച്ചു പൊളിച്ചൊക്കെ വന്ന് പിറ്റേന്ന് നമ്മുടെ ജോലിക്ക് ജോയിൻ ചെയ്യുക എങ്ങനെയായിരിക്കും? ഫ്രഷ് മൈൻഡോടുകൂടി ആയിരിക്കും അല്ലെ കൂടുതൽ ഉത്സാഹഭരിതരായിട്ട് അല്ലേ? നിങ്ങൾ പോയിട്ടില്ലേ? അപ്പൊ എന്താണ് നമ്മുടെ എംപ്ലോയീസിനെ കുറച്ചും കൂടി എന്തൂസിയാസം ഉത്സാഹഭരിതരാക്കുന്നതിനും അവരെ മൈൻഡ് പീസാക്കുന്നതിന് വേണ്ടിയിട്ടും അവർക്ക് റെസ്റ്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും എന്താണ് ഓർഗനൈസേഷനിൽ എന്താണ് അവരുടെ ഹോളിഡേയ്സിലെ ടൂറുകൾ അല്ലെ ഈ ഏരിയാസിലൊക്കെ ടൂറുകൾ ഒക്കെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ അതിന്റെ കോസ്റ്റ് ആ ഒരു ഓർഗനൈസേഷൻ തന്നെയായിരിക്കും വഹിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് അല്ലെ. നമുക്കറിയാം എന്താണ് ഓർഗനൈസേഷൻ provide pick and drop facilities അല്ലെ. ഒരു ഏരിയാസിലേക്ക് ഒരു വണ്ടി ഇട്ടിട്ടുണ്ടാവും അല്ലെ കമ്പനി വെഹിക്കിൾ ഇട്ടിട്ടുണ്ടാവും. അതനുസരിച്ച് ഓരോ ഏരിയാസിലുള്ള ആളുകളെ ആ ഒരു വണ്ടിയിൽ പിക്ക് ചെയ്യുകയും ആ ഒരു നമ്മുടെ ഡ്യൂട്ടി ടൈം കഴിയുമ്പോൾ കൊണ്ടുവന്ന് എന്താണ് ഡ്രോപ്പ് ചെയ്യുകയും ചെയ്യുന്നു അല്ലെ ആണോ? അപ്പൊ നമുക്ക് എന്താണ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറയല്ലേ ചെയ്യുന്നത്? നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറയാണല്ലേ ചെയ്യുന്നത്. അപ്പൊ നോക്കിയേ transportation facilities right? Organization provide pick and drop facilities to those employees who are not staying in the quarters of the organization. എന്താണ് ആ ഒരു ഓർഗനൈസേഷന്റെ ക്വാർട്ടേഴ്സിൽ താമസിക്കാത്ത അല്ലെങ്കിൽ ആ ഒരു കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ക്വാർട്ടേഴ്സുകളിൽ താമസിക്കാത്ത എംപ്ലോയീസിനെ തൊഴിലാളികളെ എന്താണ് ഓർഗനൈസേഷൻ തന്നെ കൊണ്ടുവന്ന് ആക്കുകയും ചെയ്യുന്നു. This improves punctuality and reduce stress among employees അല്ലെ. ഇത് എന്ത് ചെയ്യുന്നുണ്ട്? പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ എന്താണ് ആ ഒരു 9 മണിക്ക് ഓഫീസ് തുടങ്ങും എന്നുണ്ടെങ്കിൽ ആ ഒരു കറക്റ്റ് ടൈമിങ്ങിൽ തന്നെ നമ്മളെ വന്ന് പിക്ക് ചെയ്യും അല്ലെ. 9 മണി ആവുമ്പോ ആ ഒരു ഓഫീസിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അല്ലെ
ആ ഒരു കറക്റ്റ് സമയത്ത് നമുക്ക് ആ ഒരു ഓഫീസിൽ കയറാൻ പറ്റുന്ന രീതിയിലായിരിക്കും നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നത് അല്ലെ. സ്കൂളുകളിലും അങ്ങനെയല്ലേ, സ്കൂളുകളിൽ എന്താണ് കുട്ടികളെ കൊണ്ടുപോകാറുണ്ട് അല്ലെ, വണ്ടിയില് സ്കൂൾ ബസ്സില്. അപ്പൊ എന്താണ് കുട്ടികളെ കറക്റ്റ് സമയത്ത് എത്തോ? അതേപോലെ എന്താണ് നമുക്ക് ആ ഒരു പങ്ക്ച്വാലിറ്റി, കൃത്യനിഷ്ഠത ഇംപ്രൂവ് ചെയ്യാനും കൂടാതെ എംപ്ലോയീസിന്റെ സ്ട്രെസ് കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ നമ്മ സ്വന്തം വണ്ടിയിലാണ് പോകുന്നത് അല്ലെങ്കിൽ ബസ്സിനാണ് പോകുന്നതെങ്കിൽ നമുക്കൊരു മാനസിക സമ്മർദ്ദം ഉണ്ടാവുന്നുണ്ടോ? ബസ് കിട്ടോ അല്ലെ, ബസ് കിട്ടോ, അതല്ലെങ്കിൽ ബ്ലോക്ക് കിട്ടോ അല്ലെ, ബ്ലോക്ക് കിട്ടോ, ട്രാഫിക്കില് കിടക്കേണ്ടി വരോ അല്ലെ, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലെ. അപ്പൊ ഇതൊന്നും ഇല്ലാതെ കമ്പനി വണ്ടിയിലാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇത്തിരി നേരം വൈകിയാൽ വല്ല പ്രശ്നം വരുന്നുണ്ടോ? ഇല്ല അല്ലെ. അതിനാര് റീസൺ പറഞ്ഞോളും, നമ്മ പറയണോ? കമ്പനി പറഞ്ഞോളൂ അല്ലെ. അപ്പൊ എന്താണ് ആ ഒരു നമ്മുടെ സ്ട്രെസ്, ആ ഒരു എംപ്ലോയീസിന്റെ സ്ട്രെസ് കുറയ്ക്കാനും പങ്ക്ച്വാലിറ്റി ഇംപ്രൂവ് ചെയ്യാനും ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി സഹായിക്കുന്നു. ഓക്കെയാണോ? നെക്സ്റ്റ് എടുക്കാലോ. Next നോക്കിയേ, welfare sections. Some organization establish welfare sections or department managed by welfare officers to look into matter related to welfare benefits so as to enable effective implementation of welfare schemes initiated by the organization. അതായത് നമുക്ക് ഈ കമ്പനികളിൽ നിന്നുള്ള ക്ഷേമ പദ്ധതികളൊക്കെ ഉണ്ടാവുമല്ലോ, ക്ഷേമ ബെനിഫിറ്റ്സുകളൊക്കെ ലഭിക്കുമല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അല്ലേ. അപ്പൊ അതൊക്കെ ലഭിക്കാനായിട്ട് നമ്മ എന്ത് ചെയ്യണം? ഇതൊക്കെ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ബെനിഫിറ്റ്സുകളാണ് അല്ലെ, ക്ഷേമ പദ്ധതികളൊക്കെ, വെൽഫെയർ ഒക്കെ ആണോ? PF അല്ലെ, പ്രൊവിഡന്റ് ഫണ്ട് ഒക്കെ അല്ലേ. അപ്പൊ നമ്മ എന്ത് ചെയ്യണം? ഇതൊക്കെ നമുക്ക് ലഭിക്കണമെങ്കിൽ, അതല്ലെങ്കിൽ ഇതിനുള്ള ഫോർമാലിറ്റീസ് ഒക്കെ ചെയ്യണമെങ്കിൽ നമ്മ ആ ഒരു പ്രൊവിഡന്റ് ഫണ്ടിന്റെ ഓഫീസുകളിൽ അല്ലെ, റീജിയൻ അല്ലെങ്കിൽ സബ് റീജിയണൽ ഓഫീസിൽ പോകണം. അതുമായി ഗ്രാറ്റുവിറ്റി അല്ലെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഓഫീസുകളിൽ പോയി കയറി ഇറങ്ങണോ? നമ്മ അതൊന്ന് സാങ്ഷൻ ചെയ്യിക്കണമെങ്കിൽ, അതുമായി ബന്ധപ്പെട്ട പേപ്പർ വർക്കുകളൊക്കെ ചെയ്യണമെങ്കിൽ, അപ്പൊ അതൊന്നും ആരെ എംപ്ലോയിക്ക് അങ്ങനെയുള്ള ഒരു ബർഡനും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് സം ഓർഗനൈസേഷൻ, ചില ഓർഗനൈസേഷനിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു കമ്പനികൾക്കുള്ളിൽ തന്നെ എന്താണ് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റുകള് ഒക്കെ ആ ഒരു വെൽഫെയർ ബെനിഫിറ്റ്സുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട്, അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റുകൾ സ്ഥാപിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണ്ട? ആ ഓഫീസുകളിൽ കയറി ഇറങ്ങണ്ട. ആ നമ്മുടെ പേപ്പേഴ്സും നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെ കൊണ്ടുപോയി കൊടുത്താൽ മതി? നമ്മുടെ ഓർഗനൈസേഷനിൽ തന്നെയുള്ള ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്താൽ മതി. ഓക്കെ ആണോ? അതെല്ലായിടത്തും ഇല്ല കേട്ടോ. ഓക്കെയാണോ? എല്ലാവർക്കും ഓക്കെയാണോ? പറയണോ ഇനി. ഓർഗനൈസേഷനുകൾ ആരംഭിക്കുന്ന അല്ലെങ്കിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ക്ഷേമ പദ്ധതികൾ ഫലപ്രദമായി നടപ്പിലാക്കാൻ പ്രാപ്തമാക്കുന്നതിന് എന്താണ് ഈ നമ്മുടെ വെൽഫെയർ ആനുകൂല്യം, ബെനിഫിറ്റ്സുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാൻ ആ ഒരു കമ്പനികൾക്കുള്ളിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനുകൾക്കുള്ളിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? വെൽഫെയർ ഡിപ്പാർട്ട്മെന്റുകൾ സ്ഥാപിക്കുന്നു. അല്ലെങ്കിൽ വെൽഫെയർ സെക്ഷനുകളോ അല്ലെങ്കിൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റുകളോ സ്ഥാപിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ദിസ് ഈസ് വൺ പോയിന്റ് കോൺട്രാക്ട് പ്ലേസ് and hence employees do not have to run from pillar to post to solve any of their welfare related to problems. എന്താണ് വെൽഫെയർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടി അവരെന്ത് തൂണുകളിൽ നിന്ന് നോക്കിയേ, പില്ലർ ടു പോസ്റ്റ്
സോൾവ് എനി ഓഫ് ദെയർ വെൽഫെയർ റിലേറ്റഡ് പ്രോബ്ലംസ്. അതായത് അവരുടെ ആ ഒരു വെൽഫെയറുമായി, ക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യേണ്ടെന്ന് ഓഫീസുകൾ കയറി ഇറങ്ങേണ്ടതില്ല. അതുകൊണ്ടാണ് പറയുന്നത് പില്ലർ ടു പോസ്റ്റ്, പോസ്റ്റുകളിൽ നിന്ന് തൂണുകളിലേക്ക് പോകേണ്ടതില്ല. ഓക്കെ ആണോ? അവര് എന്ത് ചെയ്താൽ മതി? ആ ഒരു 1 പോയിന്റ് കോൺട്രാക്ട്, ആ ഒരു കമ്പനികൾക്കുള്ളിൽ തന്നെയുള്ള ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ചെന്നാൽ മതി. അവര് അവരുടെ പ്രശ്നങ്ങള് തീർത്തു കൊടുക്കുന്നു. ഇപ്പൊ നമുക്കറിയാം, നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ എക്സാം എഴുതണമെങ്കിൽ അല്ലെ, നമ്മൾ പ്രൈവറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ഇരുന്ന് തന്നെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് ആ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് അക്ഷയയിലൊക്കെ ചെന്നാൽ മതി അല്ലേ? നമ്മൾ നേരിട്ട് ആ ഒരു യൂണിവേഴ്സിറ്റി പോവേ അതുമായി ബന്ധപ്പെട്ട ഓഫീസുകൾ കയറി ഇറങ്ങണോ? വേണ്ട അല്ലേ? അത് ആ ഒരു അക്ഷയയിൽ പോയി കഴിഞ്ഞാൽ തന്നെ അവരെന്താണ് പൈസ ഒക്കെ അടച്ചല്ലേ? ചെയ്തിരുന്നില്ലേ? ഒക്കെയാണോ? അപ്പൊ നമ്മുടെ വെൽഫെയറുമായി ബന്ധപ്പെട്ട് അല്ലെ, ക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മൾ ഓഫീസുകൾ, ക്ഷേമ ഓഫീസുകൾ കയറി ഇറങ്ങേണ്ടതില്ല. നമ്മുടെ ഓർഗനൈസേഷനിൽ തന്നെയുള്ള ആ ഒരു ഡിപ്പാർട്ട്മെന്റ് നമുക്ക് പ്രശ്നങ്ങള് പരിഹരിച്ചു തരും. അവര് തന്നെയല്ല, അവര് വഴി നമ്മുടെ പ്രശ്നങ്ങള് പരിഹരിച്ചു തരുന്നു. ഓക്കെ അല്ലേ? Next, picnic and parties. Once or twice in a year, ഒരു വർഷത്തിൽ ഒരു തവണയോ അല്ലെങ്കിൽ 2 തവണയോ ഓർഗനൈസേഷൻ അറേഞ്ച് സ്റ്റാഫ് പിക്നിക്സ് ഓർ സെലിബ്രേറ്റ് birthday parties of employees, festival days or celebrate milestone achieved by the organization. എന്താണ്? വർഷത്തിൽ ഒരു തവണയോ അല്ലെങ്കിൽ 2 തവണയോ എന്താണ് സ്റ്റാഫുകൾക്ക് വേണ്ട പിക്നിക്കുകളോ അല്ലെങ്കിൽ ബർത്ത്ഡേ പാർട്ടീസ് സെലിബ്രേറ്റ് ചെയ്യുക, എന്തെങ്കിലും ഫെസ്റ്റിവൽ ഡേറ്റ്സിന് അല്ലെ, ആഘോഷ ദിവസങ്ങളിൽ എന്താണ് അത് സെലിബ്രേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ എന്താണ് നമ്മുടെ കമ്പനിക്ക് അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷന് മൈൽ സ്റ്റോൺ, അതായത് എന്താണ് നാഴികക്കല്ല്, അതായത് പ്രധാന നമുക്ക് എടുത്തു പറയത്തക്ക എന്തെങ്കിലും നേട്ടങ്ങൾ കിട്ടുമല്ലോ ഏ, ചിലപ്പോ നല്ല നമുക്ക് അതുവരെ ആർജിക്കാത്ത ഒരു പ്രോഫിറ്റിലേക്ക് എത്തുക, അത്രയും നമുക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ അല്ലെങ്കിൽ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുക, അങ്ങനെയൊക്കെ പറ്റുന്ന സിറ്റുവേഷൻ, അങ്ങനെയൊക്കെ കിട്ടുന്ന സിറ്റുവേഷനിലും എന്ത് ചെയ്യാറുണ്ട്? അവര് അത് ആഘോഷിക്കാറുണ്ട് അല്ലെ? ഒക്കെയാണോ? മുൻ വർഷത്തിൽ അവരുടെ പ്രീവിയസ് ഇയറിലും കൂടുതൽ അവർക്ക് പ്രോഫിറ്റ് ഒക്കെ കിട്ടുന്ന സിറ്റുവേഷനിൽ അവർ ആഘോഷിക്കുക, സെലിബ്രേറ്റ് ചെയ്യാറില്ലേ? എംപ്ലോയീസിന് എക്സ്ട്രാ ബെനിഫിറ്റുകൾ കൊടുക്കാറുണ്ട് അല്ലെ? എക്സ്ട്രാ ബെനിഫിറ്റ്സുകൾ കൊടുക്കും. കൂടാതെ പാർട്ടി ഒക്കെ അറേഞ്ച് ചെയ്യാറുണ്ട് അല്ലെ? അതാണ് കേട്ടോ. നെക്സ്റ്റ്, പിക്നിക്സ് ആൻഡ് പാർട്ടീസ് പ്രൊമോട്ട് കോർഡിനേഷൻ, കോപ്പറേഷൻ ആൻഡ് ബോണ്ടിങ് എമംഗ് എംപ്ലോയീസ്. ആണോ? ചെയ്യുന്നുണ്ടോ? പിക്നിക്കും പാർട്ടീസും നമ്മുടെ എംപ്ലോയീസിന്റെ ഇടയിൽ ഒരു കോർഡിനേഷനും ഒരു കോപ്പറേഷനും ഒരു ബോണ്ടിങ്ങും സ്ഥാപിക്കുന്നുണ്ടോ? ഇല്ലേ? ഇപ്പൊ നമുക്ക് അറിയാം, ഇപ്പൊ നമ്മൊരു അക്കൗണ്ട്സ് സെക്ഷനിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും നമ്മൾ മറ്റ് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെ ആളുകളായിട്ട് നമുക്ക് പരിചയം ഉണ്ടാവോ? HR ആളായിട്ട് ചിലപ്പോ ശരിയായ കോണ്ടാക്ട് ഉണ്ടാവില്ല, അല്ലെങ്കിൽ മാനുഫാക്ചറിൽ ആൾക്കാരായിട്ട് കോണ്ടാക്ട് ഉണ്ടാവോ? ഉണ്ടാവില്ല അല്ലെ? നമ്മ എന്ത് ചെയ്യാണ്? രാവിലെ നമ്മുടെ ആ ഒരു ഡ്യൂട്ടി ടൈമിൽ നമ്മൾ ചെയ്യും, ഡ്യൂട്ടി കഴിയുമ്പോൾ നമ്മൾ തിരിച്ചു പോരും. ആ ഒരു സമയത്ത് നമ്മുടെ വർക്ക് പ്ലേസിൽ ഇരുന്നുകൊണ്ടല്ലേ നമ്മൾ ജോലി ചെയ്യുന്നത് അല്ലേ? അപ്പൊ എന്താണ് ഇങ്ങനെയുള്ള പാർട്ടീസ്, പിക്നിക്കുകളൊക്കെ ഉണ്ടാകുമ്പോൾ എന്താണ് എല്ലാവരും കൂടി ഒത്തുചേരും അല്ലേ? അപ്പൊ ജോലിയൊന്നുമില്ല, ആർക്കൊരു ജോലിയില്ല, എല്ലാവരും കൂടി എൻഗേജ് ആവാണ് അല്ലെ? എല്ലാവരും കൂടി ആഘോഷിക്കാണ്, സെലിബ്രേറ്റ് ചെയ്യാണ് അല്ലെ? അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ അവർക്ക് എന്താണ് പരസ്പരം ഒരു സഹകരണ ഭാവം, ഏകോപനം, ഒരു ബോണ്ടിങ്ങും ഒരു അറ്റാച്ച്മെന്റ് ഒക്കെ വരുന്നുണ്ട് അല്ലെ എംപ്ലോയീസിന്റെ ഇടയില്? ഓക്കെ അല്ലേ? അപ്പൊ അതൊക്കെ എന്താണ് നമ്മുടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബെനിഫിറ്റ്സ് ആണ് അല്ലെ? നമ്മുടെ എംപ്ലോയീസിന്റെ ഇടയിൽ ഒരു സഹകരണം, ഒരു ഫ്രണ്ട്ലിനെസ് ഒക്കെ ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ട്
നെക്സ്റ്റ് നോക്കിയേ, നെക്സ്റ്റ് പറയുന്നത് മൈസലേനിയസ് അല്ലെ, മറ്റ് ബെനിഫിറ്റ്സുകൾ എന്താണെന്ന് നോക്കിയേ. ഇപ്പൊ നമ്മ പറഞ്ഞു എന്താണ്, ഹോംസ് പറഞ്ഞു അല്ലെ, ഹൗസിംഗ് പറഞ്ഞു, ക്യാൻറ്റീൻ പറഞ്ഞു, എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ്, കൺസ്യൂമർ സൊസൈറ്റീസ്, ക്രെഡിറ്റ് സൊസൈറ്റീസ്, എംപ്ലോയി കൗൺസിലിംഗ്, ലീഗൽ അസിസ്റ്റൻസ്, ഹോളിഡേ ഹോംസ്, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, വെൽഫെയർ, പിന്നെ എന്താണ് പിക്നിക് ആൻഡ് പാർട്ടീസ് പറഞ്ഞു. നെക്സ്റ്റ് പറയുന്നത് മൈസലേനിയസ്, ഇവയിലൊന്നും പെടാത്ത മറ്റ് ബെനിഫിറ്റ്സുകൾ എന്തെല്ലാം, റിക്രിയേഷണൽ അല്ലെങ്കിൽ എന്താണ് ജനറൽ ബെനിഫിറ്റ്സുകൾ കേട്ടോ. നോക്കിയേ, small gestures of expression of warmth and good intention have profound effects അല്ലെ, ഊഷ്മളതയും നല്ല ഉദ്ദേശ്യങ്ങളും പ്രകടിപ്പിക്കുന്ന ചെറിയ ജസ്റ്റേഴ്സ് പോലും എന്താണ് എംപ്ലോയീസിന്റെ ഇടയിൽ അഗാധമായ സ്വാധീനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലെ. അതായത് നെക്സ്റ്റ് പറയുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഓർഗനൈസേഷൻ സെറ്റപ്പ് ഫെസിലിറ്റീസ് ലൈക്ക് ക്ലബ്, gymnasium and community centers, organize sports activities with awards, offer gifts during festivals and birthdays, and grand leave travel concession അല്ലേ. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ബെനിഫിറ്റ്സുകൾ കൊടുത്താലും എന്താണ് അവർ കുറച്ചും കൂടി അവർക്ക് ഒരു ഇൻട്രസ്റ്റ് വരാണ് അല്ലേ, ആ ഒരു കമ്പനിയോട് ഒരു അറ്റാച്ച്മെന്റ് വരുന്നുണ്ടോ. ക്ലബുകൾ കൊണ്ടുപോവുക, ലൈഫ് ക്ലബ്സുകൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുക, ഫെസിലിറ്റേറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ജിമ്മിന്റെ മെമ്പർഷിപ്പ് അല്ലെങ്കിൽ ജിമ്മ് കൊടുക്കുക, ജിമ്മിന്റെ ആ ഒരു സെറ്റപ്പ് അവർക്ക് ഒരു കമ്പനിയിൽ ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സെന്റേഴ്സ്, അല്ലെങ്കിൽ എന്താണ് സ്പോർട്സ് കണ്ടക്ട് ചെയ്യുക, എന്നിട്ട് അതിൽ ജയിക്കുന്നവർക്ക് ഫസ്റ്റും സെക്കൻഡ് ഒക്കെ മേടിക്കുന്നവർക്ക് അവാർഡ്സുകൾ കൊടുക്കുക. പിന്നെ എന്താണ് നമ്മുടെ ഫെസ്റ്റിവൽസിന് ബർത്ത്ഡേക്കൊക്കെ എന്താണ് ഗിഫ്റ്റുകൾ കൊടുക്കുക, അതല്ലെങ്കിൽ എന്താണ് അവർക്ക് അവധിക്കാല യാത്രാ ഇളവുകളും കൊടുക്കുന്നതൊക്കെ എന്താണ് എംപ്ലോയീസിന്റെ ഇടയിൽ ഒരു റിലാക്സേഷൻ, അവർക്കൊരു അറ്റാച്ച്മെന്റ് വരുന്നുണ്ടോ കമ്പനിയോട്. അതാണ് പറയുന്നത് ഈവൻ സ്മോൾ ജസ്റ്റേഴ്സ് അല്ലെ, ഈ കമ്പനി കൊടുക്കുന്ന ചെറിയ ചെറിയ ജസ്റ്റേഴ്സ് ബെനിഫിറ്റ്സുകൾ പോലും എന്താണ് നമ്മുടെ എംപ്ലോയീസിന്റെ ഇടയിൽ എന്താണ് അഗാധമായ അല്ലെ വലിയ തരത്തിലുള്ള സ്വാധീനം ചെലുത്തുന്നു. ഓക്കെയാണോ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. നെക്സ്റ്റ് പറയുന്നത് ഓൾഡ് ഏജ് ആൻഡ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് അല്ലെ. എന്താണ് നമ്മൾ ഒരു കമ്പനിയിൽ നിന്ന് റിട്ടയർഡ് ആകുന്ന സമയത്ത് അല്ലെ, അല്ലെങ്കിൽ നമുക്ക് പ്രായമാകുന്ന സമയത്ത് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന ആ ഒരു ഓർഗനൈസേഷനിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു കമ്പനിയിൽ നിന്ന് ലഭിക്കുന്ന ബെനിഫിറ്റ്സുകൾ എന്തെല്ലാമാണ് അല്ലെ. ദീസ് ബെനിഫിറ്റ്സ് ആർ ഗിവൺ ടു എംപ്ലോയീസ് ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ടു എംപ്ലോയി during old age, especially after retirement അല്ലെ. എന്താണ് ആ ഒരു എംപ്ലോയീസിന്റെ റിട്ടയർമെന്റിന് ശേഷം നമുക്ക് ഒരു പ്രായമായിട്ട് നമ്മൊരു കമ്പനിയിൽ നിന്ന് റിട്ടയർഡ് ചെയ്ത് പോന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പിന്നെ ചിലപ്പോ ജോലിക്കൊക്കെ പോകാന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോ പ്രാക്ടിക്കൽ ആയിരിക്കില്ല അല്ലെ. നമ്മുടെ ആ ഒരു ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് ഒരു പ്രാക്ടിക്കൽ ആണോ അത്? ആണോ? ഇല്ല അല്ലെ. നമ്മുടെ അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ അവർക്ക് എന്ത് വേണം, ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൊടുക്കണം അല്ലെ, സാമ്പത്തികമായിട്ടുള്ള ഒരു സ്ഥിരത കൊടുക്കണോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ബെനിഫിറ്റ്സ് ആണ് ഓൾഡ് ഏജ് ആൻഡ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ്. ഒക്കെയാണോ? ഒരു എംപ്ലോയീസ് അവിടെ നിന്ന് റിട്ടയർമെന്റ് കഴിഞ്ഞതിന് ശേഷം അവർക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അല്ലെ, ഒരു സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് എംപ്ലോയീസിന് കൊടുക്കുന്ന ബെനിഫിറ്റ്സ് ആണ് ഓൾഡ് ഏജ് ആൻഡ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് അല്ലെ. ഇപ്പൊ നമ്മൾ തന്നെ പറയാനുണ്ട് എന്താണ്, പ്രായമായി കഴിഞ്ഞാല് നമുക്ക് അസുഖങ്ങളൊക്കെ കൂടുതലായിരിക്കും അല്ലെ. ആണോ? ഇപ്പൊ തന്നെ അസുഖങ്ങളാണ്. പ്രായമായി കഴിയുമ്പോൾ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഇല്ലാത്ത അസുഖങ്ങളില്ല അല്ലെ. അപ്പൊ നമുക്ക് ഒരു എമൗണ്ട് തന്നെ അല്ലെ, ഒരു പെർട്ടിക്കുലർ എമൗണ്ട് തന്നെ നമുക്ക് എന്തിനു വേണ്ടി വരും, മരുന്നുകൾ വാങ്ങിക്കാൻ തന്നെ അല്ലെ, മെഡിസിനുകൾ വാങ്ങിക്കാൻ തന്നെ വരുമോ?
വരില്ലേ? അപ്പൊ എന്താണ്, അപ്പൊ അതിനൊക്കെ ഉള്ള ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഓൾഡ് ഏജ് ആൻഡ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് നോക്കിയേ, ഫോളോയിങ് ആർ പെൻഷൻ ക്യാഷ്. പെൻഷൻ ക്യാഷ് കിട്ടുന്നുണ്ട് അല്ലെ നമ്മുടെ 60 വയസ്സിന് മേലെ ഉള്ളവർക്കൊക്കെ, അല്ലേ? ഓക്കെ. അതില് ഫസ്റ്റത്തെ വരുന്നത് എന്താണ്? എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് അല്ലെ, EPF. EPF നമുക്ക് FPF എപ്പോഴാണ് നമുക്ക് കിട്ടുന്നത്? നമ്മുടെ കമ്പനിയിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതിന് ശേഷമല്ലേ നമുക്ക് അതുവരെയുള്ള PF കിട്ടുന്നത്? റിസൈൻ ഇട്ടതിന് ശേഷം അല്ലേ? In order to make it legally required for organization to follow certain guidelines with regard to old age and retirement benefits. In order to make legally required for organization, ആ 70% വരെ നമുക്ക് എന്താണ് വിത്ഡ്രോ ചെയ്യാൻ സാധിക്കില്ലേ? ഇതെന്താണ് ലീഗലി ആയിട്ടുള്ളതല്ലേ? നമ്മുടെ EPF ഒക്കെ ലീഗലി ആയിട്ടുള്ളതാണ് അല്ലെ, നിയമപരമായിട്ടുള്ള ബെനിഫിറ്റ്സുകൾ അല്ലേ? അപ്പൊ എന്താണ് ലീഗലി റിക്വയർഡ് ഫോർ organization to follow certain guidelines with regard old age and retirement benefits അല്ലെ? നമ്മുടെ ഓൾഡ് ഏജ് അല്ലെങ്കിൽ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് എന്താണ്? certain ഗൈഡ്ലൈൻ, മാർഗനിർദ്ദേശങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ലീഗലി റിക്വയർഡ് ബെനിഫിറ്റ്സ് ആണ്. നെക്സ്റ്റ് പറയുന്നത് ദ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് വാസ് പാസ്ഡ് ഇൻ 1952. നമ്മുടെ എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് നിലവിൽ വന്നത് 1952 അപ്പൊ എന്ന് വെച്ചാല് ഈ ഒരു പ്രൊവിഡന്റ് ഫണ്ട് എങ്ങനെയാണ് നമുക്ക് ലഭ്യമാക്കുന്നത്? നമ്മുടെ സാലറിയിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ എമൗണ്ടിൽ പിടിക്കുന്നുണ്ടോ പ്രൊവിഡന്റ് ഫണ്ട് എന്നും പറഞ്ഞിട്ട്, PF എന്നും പറഞ്ഞിട്ട് അല്ലേ? ഉണ്ട് അല്ലെ? അതുകൂടാതെ എന്ത് ചെയ്യും? നമ്മുടെ സാലറിയിൽ നിന്ന് കട്ട് ചെയ്യുന്ന അത്രയും എമൗണ്ട് തന്നെ ആരും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, 12% അല്ലെ? ഓക്കെ, കമ്പനി കൂടി കൊടുക്കുന്നുണ്ട് അല്ലെ? അപ്പൊ നോക്കിയേ, $12.5. ഓക്കെ, നോക്കിയേ, നമുക്ക് പെർസെന്റേജ് ഒന്നുമില്ല, ജസ്റ്റ് ഇത് മാത്രം കേട്ടോ. അപ്പൊ നോക്കിയേ, 1900 ഈ ഡേറ്റുകളൊക്കെ ഒന്ന് നോക്കി വെക്കാട്ടെ മക്കളെ, ഒരുപാട് ആക്ടുകൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെയൊക്കെ ഡേറ്റുകൾ മാറിപ്പോവരുത് കേട്ടോ, അതൊക്കെ കമ്പയർ ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പൊ ഈ എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് നിലവിൽ വന്നത് 1952 അല്ലെ? അപ്പൊ അതിന്റെ ബിഗിനിങ്ങിൽ പറയുന്നത് നമ്മുടെ ഈ പ്രൊവിഡന്റ് ഫണ്ട് നിലവിൽ വന്ന ആ ഒരു സമയത്ത് നമ്മുടെ എല്ലാ കമ്പനികളും അല്ലെങ്കിൽ നമ്മുടെ എല്ലാ ഓർഗനൈസേഷനുകളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായില്ല. 6 ഇൻഡസ്ട്രീസ്, 6 ഇൻഡസ്ട്രീസ് ആണ് ഇതിൽ മേജർ ആയിട്ടും ഈ ഒരു പ്രൊവിഡന്റ് ഫണ്ടില് ഉൾക്കൊള്ളുന്നത്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാല് നമ്മുടെ സിമന്റ് അല്ലെ, സിമന്റുമായി ബന്ധപ്പെട്ട കമ്പനികള്, പിന്നെ സിഗരറ്റ്സ് അല്ലെ, സിഗരറ്റ്സ് ഒക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ അതിന്റെ കമ്പനികൾ, സിഗരറ്റ്സ് കമ്പനികള്, പിന്നെ ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പ്രോഡക്ട്സുകൾ അല്ലെ, നമ്മുടെ ഇലക്ട്രിക്കൽ പരമായിട്ടുള്ളതും പിന്നെ മെക്കാനിക്കൽ പരമായിട്ടുള്ള എന്താണ് നമ്മുടെ എക്യുപ്മെന്റുകൾ, മെഷീനറീസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ചെയ്യുന്ന മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പ്രോഡക്റ്റുകൾ, പിന്നെ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനികളില്ലേ, പിന്നെ എന്താണ് പേപ്പർ കമ്പനികള്, കൂടാതെ ടെക്സ്റ്റൈൽസുകളൊക്കെയാണ് ആദ്യം ഇതില് ഈ ഒരു PF-ല് ഉൾക്കൊള്ളിട്ടുണ്ടായ ഇൻഡസ്ട്രീസ്. ഏതൊക്കെയാണ്? സിമന്റ് പറയാം, ഇതിൽ ജസ്റ്റ് നിങ്ങൾക്ക് 6 മേജർ ഇൻഡസ്ട്രീസ് മാത്രം കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പൊ അതുകൊണ്ട് ആണ് എന്താണ് സിമന്റ്, സിഗരറ്റ്സ്, ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പ്രോഡക്ട്സുകൾ, അയൺ ആൻഡ് സ്റ്റീൽ, പേപ്പർ ആൻഡ് ടെക്സ്റ്റൈൽസ്. ഇത്രയും ഇൻഡസ്ട്രികളിലാണ് ആദ്യം 1952 ഈ എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് നിലവിൽ വന്നപ്പോൾ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്ന ഇൻഡസ്ട്രീസ്. ഓക്കെയാണോ?
In the beginning, first okay, in the beginning, this act was made applicable to employees with monthly pay not exceeding rupees 300 in 6 major industries. അല്ലെ, അപ്പൊ നമ്മ പറഞ്ഞു മന്ത്ലി നമ്മുടെ നിന്ന് ഇത്ര എമൗണ്ട് എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഇത് ആദ്യം നിലവിൽ വന്ന സമയത്ത് എത്ര രൂപയാണ്? 300 രൂപയിൽ കൂടുതലായിട്ട് 300 രൂപ വരെയാണ് ആരിൽ നിന്ന് എടുത്തിരുന്നത്? എംപ്ലോയീസിൽ നിന്ന് എടുത്തിരുന്നത്. ഓക്കെ ആണോ? എംപ്ലോയീസ് മന്ത്ലി പേ ആയിട്ട് ഈ ഒരു പ്രൊവിഡന്റ് ഫണ്ടിന് വേണ്ടി പേയ്മെന്റ് ചെയ്തിരുന്നത്. ഓക്കെ ആണോ? ഓക്കെ, മിസ് എന്നെടുത്ത ഭാഗങ്ങളൊക്കെ വായിച്ചു നോക്കിയേ. 2 മിനിറ്റ് ഒന്ന് നോക്കിയേ വേഗം. നെക്സ്റ്റ് എന്നിട്ട് എടുക്കാം. ഇപ്പൊ നമ്മളിപ്പോ ഒരു നിയമം കൊണ്ടുവരാണ്, അല്ലെങ്കിൽ നമ്മൊരു ആക്ട് കൊണ്ടുവന്നാല് നമുക്ക് അതിൽ എന്ത് ചെയ്യും? അമെന്റ്മെന്റുകൾ കൊണ്ടുവരും അല്ലെ, ഭേദഗതികൾ കൊണ്ടുവരും അല്ലെ. നമ്മുടെ എക്കണോമിക് ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ ലൈഫ്, ഇപ്പൊ റൂൾസ് ആണെങ്കിൽ നിയമങ്ങളാണെങ്കിൽ നമ്മുടെ സോഷ്യൽ ആ ഒരു ഇതിനനുസരിച്ച് നമ്മൾ ഭേദഗതികൾ കൊണ്ടുവരാറുണ്ടല്ലോ ഓരോ റൂൾസിലും, ലോസിലൊക്കെ, നിയമങ്ങളിലൊക്കെ അല്ലേ. അതേപോലെ എന്താണ് നമ്മുടെ പ്രൊവിഡന്റ് ഫണ്ടിലും അമെന്റ്മെന്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ, ഭേദഗതികൾ, അതായത് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നെക്സ്റ്റ് പാരഗ്രാഫ് അതാണ് കേട്ടോ, മോഡിഫിക്കേഷൻ കൊണ്ടുവന്നത്. അപ്പൊ മിസ് എടുത്ത് ഇത്രയും ഭാഗം ഒന്ന് വായിച്ചു നോക്കിയേ. ഇത് ഓരോന്നും മിസ് പറഞ്ഞ പോലെ പഠിക്കണം കേട്ടോ. വെൽഫെയർ ആൻഡ് റീക്രിയേഷണൽ ഫെസിലിറ്റീസ്, ആ ഒരു സെക്ഷനിൽ ഉൾപ്പെടുന്ന ബെനിഫിറ്റ്സുകൾ ഏതൊക്കെയാണ്? ഹൗസിംഗ്, ക്യാൻറ്റീൻ, എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ്, അതങ്ങനെ തന്നെ പഠിക്കാം കേട്ടോ, മാറിപ്പോകരുത് കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഓൾഡ് ഏജ് ആൻഡ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് അല്ലെ. അതില് 3 എണ്ണം പറയുന്നുണ്ട്. അതില് പറയുന്നത് 3 എണ്ണമല്ല, എന്തൊക്കെയുണ്ട് അതില്? എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട്. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ടിനെ തന്നെ 3 സ്കീമുകളായി തിരിക്കുന്നുണ്ട് കേട്ടോ. എന്താണ്? ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ്, ഫാമിലി പെൻഷൻ ഫണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ 3 ആയി തിരിക്കുന്നുണ്ട്. അപ്പൊ ഓൾഡ് ഏജ് ആൻഡ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സിന് എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് EPFS കേട്ടോ. അത് നോക്കാം, EPFS എന്താണ്? എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട്. ഓക്കെ അല്ലേ? ഇത് നിലവിൽ വന്നത് 1952. നെക്സ്റ്റ് വരുന്നത് ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് അല്ലെ, എംപ്ലോയി ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് സ്കീം. വേറൊരു അതർ നെയിം ആണ് കേട്ടോ, ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസിന്റെ അതർ നെയിം ആണ് എംപ്ലോയീസ് ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് സ്കീം. നെക്സ്റ്റ് പറയുന്നത് ഗ്രാറ്റുവിറ്റി അല്ലെ, റിട്ടയർമെന്റ് ആ ഒരു സമയത്ത് കിട്ടുന്നത്. പിന്നെ മെഡിക്കൽ ബെനിഫിറ്റ്സ്, പിന്നെ എന്താണ്? പെൻഷൻ ബെനിഫിറ്റ്സ് കേട്ടോ. അപ്പൊ അത് അങ്ങനെ കമ്പയർ ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് ഒരു ഫ്ലോ ചാർട്ട് തന്നിട്ടുണ്ടായില്ലേ, കണ്ടോ? ഓക്കെ, അടുത്ത ഭാഗം ഒക്കെയാണോ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ മിസ് ഇന്ന് ഇത്രേ എടുക്കുന്നുള്ളൂ, ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. മിസ് ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡപ്പ് ചെയ്യാണ്, ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ.